മറ്റൊരു വാർത്ത. വടകര MDMA ലഹരിമരുന്ന് കേസിൽ നിർണായക അന്വേഷണ വഴിയിൽ പോലീസ്. കേസിലെ മുഖ്യകണ്ണി BRC മുൻ അധ്യാപികയായ കീർത്തനയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. 2 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷം കീർത്തനയെ വീണ്ടും റിമാൻഡ് ചെയ്തു. മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ കീർത്തനയിൽ നിന്ന് ലഭിച്ചു എന്നാണ് സൂചന. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വടകര MDMA കേസ് പുതിയ തലങ്ങളിലേക്ക് പോകുന്നു എന്നതാണ് സാഹചര്യം. കീർത്തന ആണോ ഇതിൻ്റെ മുഖ്യ കണ്ണി എന്ന് പറയുമ്പോൾ ഇവർക്ക് എത്ര കണ്ട് സ്വാധീനമുണ്ടായിരുന്നു, ഇവരെന്തൊക്കെ ഇടപെടൽ നടത്തി എന്നതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. സജിത്ത് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ, അതായത് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ട് നൽകിയ ശേഷം ഇറങ്ങി വന്നപ്പോഴാണ് മാധ്യമങ്ങളോട് തനിക്ക് MDMA കേസിൽ യാതൊരു പങ്കുമില്ല എന്ന് കീർത്തന വിശദീകരിച്ചത്. തൻ്റെ 2 ബാങ്ക് അക്കൗണ്ടുകളിലും നെഗറ്റീവ് ബാലൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. താൻ ഒരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറയുകയും ചെയ്തു. എന്നാൽ ഈ വെളിപ്പെടുത്തലുകൾക്ക് അപ്പുറം കൃത്യമായ പങ്ക് ഈ കേസിൽ കീർത്തനയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അവരുടെ മൊബൈൽ ഫോൺ രേഖകൾ, വാട്സാപ്പ് ചാറ്റുകൾ, അവരുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവ ശേഖരിച്ച് അതുമായി വെച്ച് നടത്തിയ ഒരു ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ 2 ദിവസമായി നടന്നത്. ഇതിൽ പല കാര്യങ്ങളിലും നിർണായകമായ വിവരങ്ങൾ പോലീസിനും ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു മയക്കുമരുന്ന് ശൃംഖലയുടെ ഒരു പ്രധാന കണ്ണിയാണ് ഈ കീർത്തന എന്നും അവർ പറയുന്നു. കാവ്യയുമായും ഒപ്പം ഈ അറസ്റ്റിലായ മറ്റൊരു അധ്യാപികയായ നീഷ്മയുമായും വളരെ അടുത്ത ബന്ധം ഇവർ പുലർത്തിയിരുന്നു. അവരെ കൂടി ഈ കൃത്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് ഇടപാടുകളിലേക്ക് കൊണ്ടുവന്നത് ഇവരാണ് എന്ന ശക്തമായ സംശയം ഇവർക്കുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു, അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. ഇനി അടുത്തായി കാവ്യയും നീഷ്മയും സമാനമായ രീതിയിൽ തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും 3 പേരും നൽകിയ മൊഴികൾ, ഈ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്ന ലോബിയുമായി ഇവർക്കുള്ള ബന്ധം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത്തരത്തിൽ ലഹരി നൽകുക എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർ 3 പേരും നൽകുന്ന മൊഴികൾ പോലീസ് കൃത്യമായി വിലയിരുത്തും. അതിന് ശേഷമാവും ഈ 3 പേരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ എന്താണ്, ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ പൊരുത്തക്കേടുകളുണ്ട് എന്നീ കാര്യങ്ങൾ പരിശോധിക്കും. പിന്നീട് ഈ 3 പ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു ആലോചനയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. ഒപ്പം ഈ 3 പേർക്കും ഈ ജിജിൻ കുര്യാക്കോസ് എന്ന കണ്ണൂർ സ്വദേശിയായ ഡെലിവറി ബോയുമായുള്ള ബന്ധം, അയാൾക്ക് എത്ര പണം അക്കൗണ്ടിൽ ഇട്ട് നൽകി എന്നീ കാര്യങ്ങളും വിശദമായി തന്നെ പരിശോധിക്കും. എന്തായാലും ജിജിൻ കുര്യാക്കോസിന് കേവലം 6 മാസത്തിനുള്ളിൽ 1 കോടി രൂപയുടെ ഇടപാടുകൾ അയാളുടെ അക്കൗണ്ട് വഴി നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾക്ക് ഈ കേസിലെ മുഖ്യ ആസൂത്രകനെന്ന് കരുതുന്ന ഷിൻഡോയുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇരുവരും മംഗലാപുരത്ത് ഒന്നിച്ച് കോളേജിൽ പഠിച്ചവരാണ്. പക്ഷേ ഈ MDMA ഇടപാടുകൾ മൂലം, അന്നേ ആരംഭിച്ച കച്ചവടം മൂലം അവർക്ക് ആ കോളേജ് പഠനം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് കോളേജ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇരുവരും തമ്മിലുള്ള ബന്ധം തുടരുകയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തുന്നു. ഈ ഷിൻഡോയ്ക്ക് ഈ ജിജിൻ മാത്രമാണോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ആളുകളുമായും പല ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പല ആളുകളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യാനായി ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഒപ്പം പയ്യോളിയിൽ കഴിഞ്ഞ ദിവസം മെയ് 20-ന് ഒരു മയക്കുമരുന്ന് കേസ് പിടികൂടിയിരുന്നു. ആ മയക്കുമരുന്ന് കേസിലുമായി ബന്ധപ്പെട്ട യുവാവ് പണം അയച്ചു നൽകിയതും ഇതേ ജിജിൻ കുര്യാക്കോസിൻ്റെ അക്കൗണ്ടിലേക്കാണ്. അതുകൊണ്ട് കേവലം അധ്യാപികമാർ മാത്രമല്ല, മറ്റ് പല ആളുകളും, മറ്റ് പല പ്രൊഫഷണലുമുള്ള ആളുകൾ ഈ ലഹരി സംഘത്തിൻ്റെ വലയിൽ പെട്ടിരുന്നു എന്ന കൃത്യമായ സംശയം പോലീസിനുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ അടക്കം പോലീസ് സമഗ്രമായ പരിശോധന നടത്തി വരികയാണ്. കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൽകിയ അപേക്ഷയിലും ഇവരുടെ പങ്കിനെക്കുറിച്ച് കൃത്യമായി വെളിപ്പെടുത്തിയിരുന്നു. ഒപ്പം കുട്ടികൾക്ക് ഈ മയക്കുമരുന്ന് നൽകിയോ എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യമായി അന്വേഷണ സംഘം പരിശോധിച്ചു വരികയും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാകുമ്പോൾ, കൂടുതൽ ഫോൺ രേഖകൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ മയക്കുമരുന്ന് കണ്ണിയുടെ ശൃംഖലയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. അനീഷ്, സംസ്ഥാനത്ത് ഈ തൂഫാൻ പരിശോധനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണല്ലോ ഈ അധ്യാപകന്മാർ പിടിയിലായ സംഭവം. കാരണം കുട്ടികൾക്ക് ഉപദേശം നൽകേണ്ട, അവർക്ക് പാഠങ്ങൾ പഠിച്ചു കൊടുക്കുന്ന BSc അധ്യാപകരാണെങ്കിൽ കൂടിയും അവർക്ക് ഇതിൻ്റെ ഭാഗമായി, ഇത്തരം മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായി എന്ന് പറയുമ്പോൾ ഏറെ ഞെട്ടലുള്ളതാക്കിയതാണ്. എന്തെങ്കിലും പെട്ടെന്നുള്ള സാഹചര്യത്തിൽ പെട്ടുപോയവരാവാം എന്നാണ് ആദ്യം പുറത്തു വന്ന ചില സൂചനകളുണ്ടായിരുന്നത്. പക്ഷേ ഈ കീർത്തന ഇതിലെ മുഖ്യ കണ്ണി എന്ന് വരുമ്പോൾ കൂടുതൽ ഗൗരവമായ സ്ഥിതിയിലേക്ക് ഈ അന്വേഷണം കിടക്കേണ്ട സാഹചര്യമില്ലേ? ആ രീതിയിലുള്ള ഗൗരവത്തിൽ തന്നെയാണോ 100% 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 1
തീർച്ചയായും വളരെ യാദൃച്ഛികമായാണ് ഈ കേസിലേക്ക് പോലീസ് എത്തുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ അധ്യാപികമാർ ഈ കേസിൽ പ്രതികളായി മാറുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണെന്ന് പറയേണ്ടി വരും. കാരണം വടകരയിൽ സഫ്വാൻ എന്ന യുവാവിനെ കേവലം 2.8 ഗ്രാം കഞ്ചാവുമായാണ് ആദ്യം വടകര പോലീസ് പിടികൂടുന്നത്. ഇയാളുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇയാൾ 5000 രൂപ ഈ കീർത്തന എന്ന BRC അധ്യാപികയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് നൽകി എന്ന് കണ്ടെത്തിയത്. പിന്നീടാണ് കീർത്തനെ കസ്റ്റഡിയിലെടുക്കണം ഇവരെ ചോദ്യം ചെയ്യുന്നതും ഇവരുടെ വാട്സാപ്പ് ചാറ്റുകളും അക്കൗണ്ട് വിശദാംശങ്ങളും ഒക്കെ പരിശോധിക്കുകയും ചെയ്തത്. അപ്പോഴാണ് വിപുലമായ ശൃംഖലയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ലഭിച്ചത്. ഇവരുടെ കൂട്ടുകാരി കാവ്യയ്ക്കും സമാനമായ രീതിയിൽ തന്നെയുള്ള ഇടപാടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് അനീഷ്മയിലേക്കും മൂന്ന് പേരുടെയും ഫോൺ വിശദാംശങ്ങളും അക്കൗണ്ട് രേഖകളും പരിശോധിച്ചുള്ള അന്വേഷണത്തിൽ ഇന്ത്യൻ ക്രിയാപ്രത്തിലേക്കും പിന്നീട് വയനാട് സ്വദേശിയായി ഇന്ത്യയിലേക്ക് എത്തുകയായിരുന്നു. അതായത് കേവലം 2.8 ഗ്രാം MDMA പിടിച്ചതുമായി ബന്ധപ്പെട്ട് യാദൃശ്ചികമായി തന്നെയാണ് പോലീസ് ഇതിലേക്ക് വഴിതിരിഞ്ഞ് പോകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കീർത്തനയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഈ സഫ്വാനും കീർത്തനയുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മയക്കുമരുന്ന് നിലപാടിൽ നൽകിയ പണം അല്ല ഈ 5000 രൂപയെന്നാണ് അവർ പറയുന്നത്. യെസ്, അനീഷാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും MDMA കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നീക്കമാണ്. അന്വേഷണം അതിൻ്റെ സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് മാത്രമല്ല, കീർത്തന എന്ന അധ്യാപികയ്ക്ക് ആണ് ഇതിൻ്റെ മുഖ്യ കണ്ണി എന്ന തെളിവുകളാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. വീണ്ടും നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.